നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ഏപ്രിൽ മാസം പല ആളുകൾക്കും പെൻഷൻ വന്നിട്ടുണ്ട്. സർക്കാർ അറിയിച്ചത് പ്രകാരം 3 മാസത്തെ പെൻഷൻ ഉണ്ടാകുമെന്നാണ് സർക്കാർ ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പല ആളുകൾക്കും 2 മാസത്തെ പെൻഷനായിരുന്നു കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പല ആളുകൾക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ വീഡിയോ കാണുക. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മത കാര്യങ്ങളും ഈ ചാനൽ വരുന്നതല്ല. തികച്ചും ഗവൺമെന്റിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെന്റ് സേവനങ്ങളും ഗവൺമെന്റ് അറിയിപ്പുകൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങൾ അറിയിപ്പുകൾ ഉടൻ തന്നെ അറിയുകയും ചെയ്യും. തമിഴിൽ കണ്ടതുപോലെ തന്നെ പല ആളുകൾക്കും 3200 വരുമെന്ന് പറയുന്നെങ്കിലും 2 മാസത്തെ പെൻഷൻ മാത്രമായിട്ട് വന്നിട്ടുള്ളത്. 1300 വെച്ച് രണ്ട് ഗഡുക്കളായിട്ടാണ് പല ആളുകൾക്കും കിട്ടിയത്. അതിൽ തന്നെ പേയ്മെന്റ് ചില ആളുകൾക്ക് 1300 മാത്രമായിരിക്കും കിട്ടിയിട്ടുള്ളത്. 1300 കിട്ടിയ ആളുകൾക്ക് ഉടൻ തന്നെ ഒരു 1300 രൂപയോടും പെട്ടെന്ന് തന്നെ ലഭിക്കും. എന്നാലും കേന്ദ്ര സർക്കാരിന്റെ 300 രൂപ ഈ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ ആയിരിക്കും നമുക്ക് ലഭിക്കുക. കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിനിടെയാണ് കേരള സർക്കാർ തരുന്ന പെൻഷന്റെ കൂടെ ഈ ഒരു 300 രൂപ നമുക്ക് തരാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, 1-2 വർഷങ്ങളായി ആ രൂപത്തിലാണ് വരുന്നത്. പുതിയ പെൻഷൻ ഇപ്പോൾ ഏകദേശം 8 മാസത്തെ ഇത് കൂടി ലഭിക്കാനുണ്ട്. ഇലക്ഷന് മുമ്പായി തന്നെ 2 മാസത്തെ പെൻഷൻ കൂടി ലഭിക്കാൻ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക നില അനുസരിച്ചായിരുന്നു പെൻഷൻ ഇതുവരെ മുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസം ആയതിനാൽ തന്നെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതിനാൽ പെൻഷൻ കടമെടുക്കാനും അതുവഴി ഇലക്ഷന് മുമ്പായി തന്നെ പെൻഷൻ 2 മാസത്തെ പെൻഷൻ കൂടി ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഒരു ദിവസങ്ങളിൽ അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 3200 പെൻഷൻ കിട്ടാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട. 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ സർക്കാർ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.